ഫ്രണ്ട്സ് ITBPയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ് ITI കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിലേക്ക് എലിജിബിലിറ്റി, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമുക്കിത് 68.3K ആയിട്ടുണ്ട്. ഒരു 100Kയിലേക്ക് നിങ്ങൾ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊരു ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു കിട്ടുന്ന ഒരു അംഗീകാരമാണ്, നമ്മുടെ ചാനൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്കാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പ് C കാറ്റഗറിയിലുള്ള പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 12 മുതൽ, അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 10 വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കുറച്ചൊരു ക്ലാരിറ്റി കുറവാണ്. എന്നാലും നമ്മളതിലെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് തോന്നുന്നത് അത് നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിയുടെ പ്രശ്നമില്ലാന്ന് മനസ്സിലാക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്ന കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 61 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 10 വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജനറൽ 31, SC 4, ST 2, OBCക്ക് 10, EWC 14 അങ്ങനെയാണ് വേക്കൻസി. ഫീമെയിൽ ആണെങ്കിൽ ജനറൽ 5, ദെൻ SC 1, STക്ക് ഇവിടെ വേക്കൻസി ഇല്ല, പക്ഷേ അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. റിസർവേഷനോ കാര്യങ്ങളൊന്നും ലഭിക്കില്ല എന്നുള്ളൂ. OBC 2, ദെൻ EWC 2 അങ്ങനെ വേക്കൻസി അതിന് വന്ന് ടോട്ടൽ 71 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ പ്ലംബർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ജനറൽ 22, SC 3, ST 1, OBC 8, EWS 10 അങ്ങനെ 44 വേക്കൻസി അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 4 വേക്കൻസി ജനറൽ, SC 1, പിന്നെ OBC 1, ദെൻ EWS 2, 8 വേക്കൻസി. STക്ക് ഇവിടെ വേക്കൻസി ഇല്ല എങ്കിൽ അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ടോട്ടൽ 52 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. ദെൻ കോൺസ്റ്റബിൾ മെയ്സിനാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. മെയിലിന് നിങ്ങൾക്ക് കാണാം 27 ജനറൽ, OBC 3 വേക്കൻസി, ST 2 വേക്കൻസി, OBC 10, ദെൻ EWS 12 അങ്ങനെ 54 വേക്കൻസിയാണ്. മെയ്സൺ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 5 വേക്കൻസി ജനറൽ, SC 1, ഇതിലും STക്ക് വേക്കൻസി ഇല്ല, STക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. OBCക്ക് 2, EWS 2, ദെൻ 10 വേക്കൻസി അങ്ങനെ ആകെ മൊത്തം 64 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ജനറൽ 7, SC 1, OBC 3, EWS 1 അങ്ങനെ 3, 14 വേക്കൻസിയാണ് ടോട്ടൽ. ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ 1, ഇതിൽ SCക്കും STക്കും ഒന്നും വേക്കൻസി ഇല്ല, ജനറൽ വേക്കൻസിയാണ്. ഇതിലേക്ക് ഏത് കാറ്റഗറിയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകെ മൊത്തം നമുക്ക് 15 വേക്കൻസിയാണ് ടോട്ടൽ ഇതിൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഏകദേശം 200 മുകളിലുള്ള വേക്കൻസിയാണ് അങ്ങനെ ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. പേ സ്കെയിൽ കൂടെ കൂടുതൽ കാണാം. ഈ പറയുന്ന ലെവൽ 3 ആണ് വരുന്നത്. 21,700 മുതൽ നിങ്ങൾക്ക് 69,100 വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത് കേട്ടോ. പിന്നെ ഒട്ടനവധി അലവൻസ് കാര്യങ്ങളുണ്ട്. DA, റേഷൻ മണി അലവൻസ്, അതുപോലെ സ്പെഷ്യൽ നിങ്ങൾക്ക് കാണാം കോമ്പൻസേറ്ററി അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കോമഡേഷൻ, ഫ്രീ അക്കോമഡേഷൻ, HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, ലീവ്, ട്രാവൽ അലവൻസ്, ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള എലിജിബിലിറ്റി കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഏജ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യം ഏജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 18 to 23 ആണ്. മിനിമം 18, ദെൻ മാക്സിമം 23 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ OBC ആണെങ്കിൽ, OBC NCL ആണെങ്കിൽ അവർക്ക് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 28 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏജ് കണക്കാക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10 സെപ്റ്റംബർ ആണ് കേട്ടോ. ഓക്കെ, 10 സെപ്റ്റംബർ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ് ഏജ് കണക്കാക്കുന്നത്. ആ ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 28 കഴിയാൻ പാടില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏജിലൊക്കെ സംശയമുണ്ട്, നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഈസി ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ടൂളുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഏജ് കൗണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതിൽ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ജസ്റ്റ് നമുക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. അടുത്തത് നമുക്ക് കാർപ്പൻറ്ററിലോ അല്ലെങ്കിൽ പ്ലംബറിലോ അല്ലെങ്കിൽ മെയ്സണിലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനോ, അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 1 year ഡ്യൂറേഷൻ ഉള്ള ITIയും കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. വേറെ എക്സ്പീരിയൻസോ മറ്റ് അപ്രൻറ്റിഷിപ്പോ ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാർപ്പൻറ്റർ അല്ലെങ്കിൽ പ്ലംബർ അല്ലെങ്കിൽ മെയ്സൺ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഞാൻ പറഞ്ഞു.
SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3, എക്സ് സർവീസ്മാനും ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ചോദിക്കുന്നുണ്ട്, അതായത് നമുക്ക് നിശ്ചയമുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ വേണം. അപ്പോൾ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 162.5 സെൻറ്റിമീറ്റർ മതി, മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് 180 സെൻറ്റിമീറ്റർ മതി എന്നുള്ളതാണ്. ദെൻ ചെസ്റ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ബാധകമല്ല, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ. അത് നോർമൽ 76ഉം എക്സ്പാൻഡഡിൽ 81ഉം വേണം. ഇത് ST കാൻഡിഡേറ്റ്സിൻ്റെ, അതായത് ആ ഒരു വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കുള്ള റിലാക്സേഷൻ ആണ്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം 170 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് ഹൈറ്റ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 170, ഫീമെയിൽ ആണെങ്കിൽ 185 സെൻറ്റിമീറ്റർ മതി. ദെൻ ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ബാധകമാകുന്നത്. 80 സെൻറ്റിമീറ്റർ നോർമൽ, എക്സ്പാൻഡറിൽ 85 സെൻറ്റിമീറ്റർ വേണം കേട്ടോ. ഓക്കെ, ഇത് പിന്നെ ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള എന്താണ് മേഘാലയ, മിസോറം അവിടെയുള്ള കുറച്ചും കൂടെ ഏജിൽ ഇതിൽ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അവരുടേതാണ് അത് പറയുന്നത് കേട്ടോ, അത് നമ്മൾ നോക്കണ്ട. ഓക്കെ, ഇനി ഇതിൻ്റെ മിനിമം മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്ന ഐസൈറ്റ് ആണ്. പിന്നെ അടുത്ത നിങ്ങൾ നോക്കേണ്ടത്, അതായത് മിനിമം ഡിസ്റ്റൻസ് വിഷൻ ആണ് ഇവിടെ പറയുന്നത്. 6/6 ആൻഡ് 6/9 എന്നുള്ള ആ രണ്ട് കണ്ണ് നമുക്ക് മിനിമം അറ്റ്ലീസ്റ്റ് നല്ല ആ ഒരു കാഴ്ച ഉണ്ടായിരിക്കും എന്നുള്ള കണ്ടീഷൻ തന്നെയാണ്. നമുക്ക് ഗ്ലാസോ അല്ലെങ്കിൽ ലെൻസ് ഒന്നും ഉപയോഗിക്കാതാണ് പറയുന്നത് കേട്ടോ. 6/6 ആൻഡ് 6/9 എന്ന് പറയുന്ന ആ ഒരു എന്താണ് വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അത് നമ്മൾ അതായത് മെഡിക്കൽ ഈ പറയുന്ന ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ അതിൽ നമ്മൾ എന്താണ് ക്വാളിഫൈ ചെയ്ത് എക്സാമൊക്കെ എഴുതി ക്വാളിഫൈ ചെയ്ത് പിന്നെ നമുക്ക് വിഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഔട്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമാക്കാം. അപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഇതിലേക്ക്. മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ, OBC അതുപോലെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100 രൂപ അപേക്ഷാ ഫീസായിട്ട് വരും. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ട, എക്സ് സർവീസ്മാന് കൊടുക്കേണ്ട. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യാം, ഇതിലേക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം, യാതൊരു ഫീസിൻ്റെയും ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഫേസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫേസ് 1 എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 1/6 കിലോമീറ്റർ ഓട്ടമാണ് ഉണ്ടായിരിക്കുക. അത് നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് പറയുന്നത്. 7:30 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. 7 മിനിറ്റും 30 സെക്കൻഡ് കൊണ്ടും നമ്മൾ ഓടി എത്തണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ 11 ഫീറ്റ് ലോങ് ജമ്പ്, ഇത് നമുക്ക് ഒരൊറ്റ ചാൻസ് ഉണ്ടാവുള്ളൂ. ഈ ലോങ് ജമ്പും അതുപോലെ ഹൈ ജമ്പൊക്കെ നമുക്ക് 3 ചാൻസ് കിട്ടും. അതിൽ 3 ചാൻസിൽ നമ്മൾ 11 ഫീറ്റ് ചാടി എത്തണം എന്നുള്ളതാണ്. ഇപ്പം ഹൈ ജമ്പ് ആണെങ്കിൽ 3.5 ഫീറ്റ് നമ്മൾ ഉയരത്തിൽ ചാടണമെന്നുള്ളതാണ്. 3 ചാൻസ് ഉണ്ടാവും കേട്ടോ ഓരോന്നിനും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് ആ 3 ചാൻസിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓട്ടം നിങ്ങൾക്ക് ഫസ്റ്റ് ഇവൻ്റ് നമുക്ക് ഓട്ടമായിരിക്കും. അതിൽ നമുക്ക് ഈ പറഞ്ഞ ടൈമിൽ നമ്മൾ ഓടി എത്തണം എന്നുള്ളതാണ്. അതിൽ നിന്ന് ഔട്ടായി. ദെൻ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 800 മീറ്റർ ഓടിയാൽ മതി. 4.45 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓടിയെത്തണം. ദെൻ 9 ഫീറ്റ് ലോങ് ജമ്പാണ്. അത് 3 ചാൻസ് ഉണ്ടായിരിക്കും. 3 ഫീറ്റ് ഹൈ ജമ്പ് ഉണ്ടായിരിക്കും. അത് 3 ചാൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് യാതൊരുവിധ മാർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. അത് ഈ പറയുന്ന ഫേസ് 1 തന്നെ ഉൾപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഹൈറ്റും ചെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും മെഷർ ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ ഫേസ് സെക്കൻഡിൽ റിട്ടൺ എക്സാമിനേഷൻ ആണ് 100 മാർക്കിൻ്റെ. അപ്പോൾ നിങ്ങൾ മുകളിൽ പറഞ്ഞ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വരുന്നത് അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമാണ് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ സ്കീമോടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇംഗ്ലീഷ് അതുപോലെ ജനറൽ ഹിന്ദി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ബേസിക്കായിട്ട് അതും നമ്മളൊന്ന് പഠിച്ച് വെക്കേണ്ടി വരും. ഓക്കെ, കാരണം അതും ഈ പേപ്പറിൽ വരുന്നുണ്ട്. പിന്നെ ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, സിമ്പിൾ റീസണിങ്, ഇതൊക്കെയാണ് 100 മാർക്ക് 100 ക്വസ്റ്റ്യൻ എന്നുള്ള ലെവലാണ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ 10th ബേസ് ചെയ്തുള്ള രീതിയിലുള്ള സിലബസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് എക്സാമിനേഷൻ 10th ബേസ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഫേസ് 3 വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞവർക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കാർപ്പൻറ്റർ ആണെങ്കിൽ നമുക്ക് ഇത്രയും ആക്ടിവിറ്റിയാണ്. അത് 10 മാർക്ക് വെയിറ്റേജ് വെച്ച് ടോട്ടൽ 50 മാർക്കിനാണ് ഉണ്ടായിരിക്കുക. ഇതിൽ നമ്മൾ 50% മാർക്ക് വാങ്ങിയത്, അതായത് 25 മാർക്ക് വാങ്ങിയാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ മാർക്ക് വാങ്ങണമെന്നില്ല. ജസ്റ്റ് 25 മാർക്ക് വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതും ക്വാളിഫൈ നേച്ചറാണ്. നമുക്ക് കുറേ മാർക്ക് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം മെയിൻ ലിസ്റ്റ് തയ്യാറാക്കാൻ നമ്മുടെ റിട്ടൺ എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇതൊക്കെ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോ ട്രേഡിൻ്റെ മേസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാം. അതുപോലെ തന്നെ പ്ലംബറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എങ്കിലും നമുക്ക് ആ ട്രേഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് 25 മാർക്ക്, 50 മാർക്കിൽ 25 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ഫേസ് 4 വരുന്നത് നിങ്ങൾക്ക് വെരിഫിക്കേഷനാണ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അത് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. മെഡിക്കൽ ഓക്കെ ആണോ നോക്കും, അതായത് മെഡിക്കൽ ഫിറ്റ് ആണോ അൺഫിറ്റ് ആണോ, വിഷനും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ആ സെയിം ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ പറയുന്ന ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് പിന്നെ വരുന്ന ആ സമയങ്ങളിലൊക്കെ അവർ ഈ
ഫോട്ടോ ആവശ്യപ്പെടുമ്പം ആ സെയിം ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങളെ കയ്യിൽ ഉറപ്പിക്കുക, അത്തരം ആവശ്യത്തിന് ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ഉറപ്പിക്കുക. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് നിശ്ചിതമായ റിലാക്സേഷൻ കിട്ടുമെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സൈറ്റിങ്ങിൻ്റെ മാതൃകയാണ് ഇത്. സെയിം മാതൃക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി OBC ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സൈറ്റിങ്ങിൻ്റെ മാതൃകയാണ്. ഓക്കെ, ദെൻ OBC കാൻഡിഡേറ്റ്സ് തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ പാട് അതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കണം. ഇത് ജസ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് നമ്മളുടെ സിഗ്നേച്ചർ കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ വേറെ എവിടെയും ഫില്ല് ചെയ്യേണ്ടത്. ഇതും പാട് എന്തെങ്കിലും OBC NCL കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ AWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സൈറ്റിങ്ങിൻ്റെ മാതൃകയൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ആവശ്യമായുള്ള സൈറ്റിങ്ങിൻ്റെ മാതൃകകളും കാര്യങ്ങളും. പിന്നെ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഹൈറ്റിലും ചെസ്റ്റിലൊക്കെ റിലാക്സേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് തയ്യാറാക്കേണ്ട സൈറ്റിങ്ങിൻ്റെ മാതൃകയൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ലിങ്ക് കൊടുക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ പേജിലേക്കായിരിക്കും വരിക. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം, ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുക്കും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ആവുന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഈ പറയുന്ന ഫോം ഓപ്പൺ ആയിട്ട് വരും, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ലോഗിൻ പേജാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ച് ലോഡിംഗ് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ, ITBPയുടെ സൈറ്റ് കുറച്ച് ലോഡിംഗ് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിക്കോളണമെന്നില്ല, ആ പേജ് ലോഡായി വരണം, ചിലപ്പോൾ എററൊക്കെ കാണിക്കും, വീണ്ടും റിഫ്രഷ് ചെയ്തിട്ട് വരാം. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്നുള്ള ഭാഗം നിൽക്കുകയാണ് ഏറ്റവും അടിയിൽ, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെയിൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഡിങ് നല്ല ടൈം എടുക്കുന്നുണ്ട്, ഇവിടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ലോഡിങ് ടൈം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടൈം കാര്യങ്ങളൊക്കെ ചെയ്താൽ മെയിൽ ID കൊടുക്കാൻ നമ്മളൊരു പാസ്വേഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി കോഡ്, നമ്മുടെ പാസ്വേഡ് അഥവാ മറന്നു പോലെ നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി സെക്യൂരിറ്റി കോഡ് കൊടുക്കുക, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് കൊടുക്കുക, അതിൻ്റെ ആൻസർ നമുക്ക് ഇഷ്ടമുള്ള ആൻസർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്യാപ്ചർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ലോഗിൻ ചെയ്ത് നമ്മൾ അങ്ങനെയായിട്ട് അപ്ലൈ ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഫോം നമ്മൾ ചെയ്യണമെങ്കിൽ, കൂടുതൽ പേരൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ഓൺലൈൻ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.